വന്നതൊക്കെയാണോ? അപ്പോൾ വിവാദങ്ങൾ ഇങ്ങനെ പെരുകുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും സിറ്റുവേഷൻ എന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ ഒന്ന് വന്നതാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ ദുആ കഴിഞ്ഞ് 10 മണിക്കത്തെ ദുആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് കാണിച്ചു തരാനും വേണ്ടിയാണ് ഇപ്പോൾ ലൈവിൽ വന്നത്. പുതിയ ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ തങ്ങളെ വീടിൻ്റെ കവാടത്തിൽ ഇപ്പോൾ ഒരു പുതിയ ബോർഡ് വന്നിട്ടുണ്ട്. വിവാദത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വന്ന ബോർഡാണ്. അറ്റക്കോയ തങ്ങളെ കാണാൻ വരുന്ന ശ്രദ്ധയ്ക്ക് ഇവിടെ ആത്മീയ ചൂഷണമില്ല, നിർബന്ധപൂർവം ആരും വരേണ്ടതില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക ഹദിയ എന്ന നിയത്തോടെ കൂടി തങ്ങൾക്ക് നൽകാവുന്നതാണ്. ഇവിടെ ദുർമന്ത്രവാദം, ബാധൊഴിപ്പിക്കൽ, മറ്റ് പുതിയ യാതൊരു ചികിത്സയുമില്ല. ഇവിടെ നടക്കുന്നത് പാരമ്പര്യ അറബ് ചികിത്സാ രീതി മാത്രമാണ്. ഇവിടെ ചെയ്യുന്ന ചികിത്സാ രീതികൾ ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഞങ്ങളെ സന്ദർശിക്കാവുന്നത്. ഇവിടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും മോശമായി പെരുമാറുകയോ പണമോ പാരിതോഷികമോ ആവശ്യപ്പെടുകയോ ചെയ്താൽ ഞങ്ങളെ നേരിട്ട് അറിയിക്കേണ്ടതാണ്. ഈ വീടും പരിസരവും CCTV നിരീക്ഷണത്തിലാണ്. ഇവിടെ വരുന്നവരും തങ്ങൾ ജോലിക്കാരുമായുള്ള സാമ്പത്തിക ഇടപെടലുകൾക്ക് സയ്യിദ് ആറ്റക്കോയ തങ്ങൾ യാതൊരു വിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. രോഗം അള്ളാഹുവിൻ്റെ പരീക്ഷണമാതിരിയുള്ള ഷിഫ അള്ളാഹു നൽകുന്നത് അള്ളാഹുവാണ്. ഓക്കെ, അങ്ങനെയാണ് പുതിയ ബോർഡ് വന്നിട്ടുള്ളത്. ഇന്ന് ദുആ നടക്കുന്ന സമയമാണ് കേട്ടോ. ഇവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെ കണ്ടോളി. സ്ത്രീകളും ജസ്റ്റ് ഒന്ന് കാണിക്കാം. വളരെ കുറച്ച് ടോക്കൺ എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ആമീൻ. ആ പച്ചക്കുപ്പ കാണാതെ, അബൂബക്കർ തങ്ങളെ കാണാതെ, ഉമർ തങ്ങളെ കാണാതെ, ജന്നത്തുൽ ബഖീ കാണാതെ അവിടെ കിടക്കുന്ന ലക്ഷോപലക്ഷം സഹാബികൾക്ക് ഒരു സലാം പറയാതെ ഞങ്ങളെ റൂഹിനെ പിടിക്കല്ല റബ്ബേ. ഒരുപാട് വിഷമത്തോടുകൂടി ഞങ്ങളെ ഗേറ്റ് കടന്നു വന്ന് വരാം. ക്ഷമങ്ങൾ മാറ്റി കൊടുക്കണല്ല, രോഗങ്ങൾ ശുഭയാക്കണയല്ല. ഒരുപാട് പേര് രോഗികളാണ്. ട്യൂമറുള്ളവരുണ്ട്, തലവേദന വന്നവരുണ്ട്, മൈഗ്രെയിൻ ഉള്ളവരുണ്ട്, ചെന്നിക്കുത്തുള്ളവരുണ്ട്, തലയിൽ മുളയുള്ളവരുണ്ട്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട്, കണ്ണ് ഓപ്പറേഷൻ ചെയ്തവരുണ്ട്, കണ്ണിൽ തിമിരം വന്നവരുണ്ട്, ചെവി കേൾക്കാത്തവരുണ്ട്, ചെവി പൊട്ടി ഒലിക്കുന്നവരുണ്ട്, അലർജി രോഗങ്ങളുള്ളവരുണ്ട്, തുമ്മലുള്ളവരുണ്ട്, മൂക്കിൽ ദശയുള്ളവരുണ്ട്, വായിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, സംസാരിക്കാത്തവരുണ്ട്, സംസാരശേഷി നഷ്ടപ്പെട്ടവരുണ്ട്, തൊണ്ടയിൽ മുഴയുള്ളവരുണ്ട്, ടോൺസസ് ഉള്ളവരുണ്ട്, തൈറോയ്ഡ് വന്നവരുണ്ട്, കീശയോട് വന്നവരുണ്ട്, നെഞ്ച് വേദനിക്കുന്നവരുണ്ട്, അറ്റാക്ക് വന്നവരുണ്ട്, ശ്വാസമുട്ടുള്ളവരുണ്ട്, ലിവർ സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, വാൽവ് സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, വയറ്റിലെ ക്യാൻസർ ഉള്ളവരുണ്ട്, ആമാശയത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട്. ഖാലിഖായ പടച്ച റബ്ബേ, മൂത്രാശയ രോഗങ്ങളുള്ളവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട്, കിഡ്നിയിൽ നീരുള്ളവരുണ്ട്, ഗർഭപാത്രം താഴ്ന്നു പോകുന്നവരുണ്ട്, ഗർഭപാത്രത്തിൽ പ്രയാസങ്ങളുള്ളവരുണ്ട്, ഗർഭപാത്ര രക്തം കട്ടപിടിക്കുന്ന രോഗങ്ങളുള്ളവരുണ്ട്, ഗർഭപാത്രത്തിൽ പ്രയാസങ്ങൾ വന്ന ബ്ലീഡിങ്ങിന്റെ രോഗമുള്ളവരുണ്ട്, പൈസിന്റെ രോഗങ്ങളുള്ളവരുണ്ട്, മുട്ടുവേദനിക്കുന്നവരുണ്ട്, യൂറിക് ആസിഡ് ഉള്ളവരുണ്ട്, ആമവാദമുള്ളവരുണ്ട്, രക്തവാദമുള്ളവരുണ്ട്, ചുടുവാദമുള്ളവരുണ്ട്. ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങൾ തരല്ല റബ്ബേ, മാരകമായ രോഗങ്ങൾ തരല്ല റബ്ബേ. ഒരാൾക്കും ഞങ്ങളെ ബാധ്യതയാക്കില്ല റബ്ബേ, ഞങ്ങളെ മക്കൾക്ക് ബാധ്യതയാക്കില്ല റബ്ബേ. ഒരു ഉമ്മ വന്നിട്ട് പറയാതെ മരിക്കാൻ ദ്വാരിക്കണേ. എന്റെ ഭർത്താവ് മരണപ്പെട്ടിട്ട് എന്റെ കുഞ്ഞു മക്കളെ ഞാൻ നല്ല രീതിയിൽ വളർത്തിയതാണ്, സന്തോഷത്തോടെ വളർത്തിയ മക്കളാണ്. എന്റെ മക്കള് വലുതായി സുബ്ഹാനല്ലാഹ് സന്തോഷത്തോടെ ജീവിച്ചതാണ്. കല്യാണം കഴിഞ്ഞപ്പോ അവനിക്ക് എന്നെ വേണ്ട നിങ്ങളെ നിക്കല് പ്രശ്നത്തിനൊരു മുഴ വന്നിട്ട് ഡോക്ടർ കാണിച്ചപ്പോ ഡോക്ടർമാര് പറഞ്ഞു ക്യാൻസർ ആണ്. ഞാനൊരു പ്രതീക്ഷയോ എന്റെ പൊന്നുമോൻ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, മോനെ
ഉമ്മാക്ക് ക്യാൻസറാണ്, മകന് ലാഘവത്തോടെ പറയാത്ത നിങ്ങൾ മരിച്ചുവിട്ടെ. എന്നോട് പറയാണ്, ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ട് അടുത്ത വീട്ടിൽ ഞാൻ പോയി പാത്രം കഴുകിയിട്ട് എന്റെ പെണ്ണുമക്കളെ വളർത്തിയതാ. പെണ്ണുമക്കൾക്ക് എന്നെ വേണ്ട. നിങ്ങളെ മക്കൾക്ക് ഞങ്ങളെ ബാധയാക്കല്ല റബ്ബേ. ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ഞങ്ങളെ ബാധയാക്കല്ല റബ്ബേ. ഞങ്ങളെ ഭാര്യമാർക്ക് ഞങ്ങളെ ബാധയാക്കല്ല റബ്ബേ. ഒരു കടന്ന് ഞങ്ങളെ കാഷ്ടവും ഞങ്ങളെ മൂത്രവും മറ്റൊരാളുടെ അവസ്ഥ വരുത്തുള്ള റബ്ബേ. കാരണം ഞങ്ങൾ ആധാരങ്ങൾ ഞങ്ങളെ സ്വർണ്ണാഭരണങ്ങളും ബാങ്കിൽ എടുക്കാനൊരു വഴി കാണിച്ചു കൊണ്ട് റബ്ബേ. ഒരാളെ ഹക്കും ഭക്ഷിക്കേണ്ട ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. കളവ് പറയേണ്ട നാവുത്തരല്ല റബ്ബേ. പട്ടിണി കടത്തല്ല റബ്ബേ. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേയല്ല. വന്നവർക്ക് പറക്കണേയല്ല. വീടില്ലാത്തവരുണ്ടെങ്കിൽ വീട് വെക്കാനുള്ള സമ്പത്ത് നൽകണമല്ല. വാടക വീട്ടിൽ കഴിയുന്നവരാണെങ്കിൽ ആ വീട് വിലക്ക് വാങ്ങാനുള്ള സമ്പത്ത് നൽകണേ റബ്ബേ. എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ നീ മാറ്റിക്കൊണ്ട് റബ്ബേ. നിന്നോടില്ലാതെ സങ്കടങ്ങൾ ആരോട് പറയാനാ? ഞങ്ങൾക്ക് നരകം ഹറാമാക്കണമല്ല. സ്വർഗ്ഗം ഞങ്ങൾക്ക് വാജിബാക്കണമല്ല. ഞങ്ങളെ മക്കളെ നന്നാക്കണമല്ല. പ്രണയത്തിന്റെ പ്രലോഭനങ്ങളിൽ പെട്ട് വാപ്പാനെ മറന്നു മറന്നു എന്നാണ് നിങ്ങൾ ബുക്കിംഗ് നമ്പർ വിളിച്ചോളൂ. 90 ഒരു ഉമ്മ വന്നിട്ട് പറയാണ്, വല്ലാത്ത പ്രയാസത്തിലാണ് മരുമകൾക്ക് ഭർത്താവിന് വേണ്ട, മക്കളെ വേണ്ട. എന്റെ മകന്റെ ഭാര്യ അവളെ മതി പോലും 3 മക്കളെ ഉപേക്ഷിച്ചിട്ട്, ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഒരാളെ കൂടെ ഒരു ജോലി പോവാക്കുകയാണ്. കരുതും കൊടുക്കില്ല. ആ മകളെ സ്വഭാവമാക്കണേ. ഞങ്ങളത് വഴി സ്വീകരിക്കണേ. സ്വീകരിക്കണേ. ദിവസത്തോട് കൂടിയാണ് ഈ ഞങ്ങളെ വിഷമങ്ങൾ മാറ്റിക്കൊണ്ട് റബ്ബേ. ഇനി ഒരു തങ്ങളെ മുമ്പിലും ഒരു ഉസ്താദിന്റെ മുമ്പിലും ഒരു ഡോക്ടറെ മുന്നിലും ചെന്ന് സംഘങ്ങളും പറയേണ്ട ഒരവസ്ഥ വരുന്നില്ല റബ്ബേ. ഞങ്ങളെ നീ സ്വീകരിക്കണേ. എത്ര സമയമാണ് ഇവിടെ ചെലവഴിക്കേണ്ടതെങ്കിൽ ആ സമയത്തോട് വിഷമങ്ങൾ മാറ്റി കൊടുക്കണമല്ല. ഇവിടുന്ന് കഴിക്കുന്ന ഒരു ഭക്ഷണം ഈ മക്കളെ നോക്കുന്നവരാണ്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ്. ബറക്കത്തുണ്ട് ഖിയാമത്ത് നാൾ വരെ ഞങ്ങളെ സ്വലാത്ത് ഫാത്തിഹയുടെ മജ്ലിസിൽ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. വിഷമങ്ങളെല്ലാം മാറ്റി തരട്ടെ. സങ്കടങ്ങളെല്ലാം മാറ്റി തരട്ടെ. അല്ലാഹു സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. മജ്ലിസിനെ അല്ലാഹു ഖിയാമത്ത് നാൾ അല്ലാഹു ഉയർത്തട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ്. എനിക്ക് നിങ്ങളോട് പറയാൻ, ഈ നൂറെ നിങ്ങളൊക്കെ സ്വലാത്തുൽ ഫാത്തിഹയുടെ മജ്ലിസ് കേൾക്കാത്ത ആരൊക്കെ ഈ കൂട്ടത്തിലുണ്ടെന്ന് നീച്ചുന്നാണ്. സ്വലാത്തുൽ ഫാത്തിഹയുടെ നൂറെ ഹബീബിന്റെ മജ്ലിസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് നീച്ചുന്നാണ്. സ്വലാത്തുൽ ഫാത്തിഹയുടെ മജ്ലിസ് കേൾക്കാത്ത ആരൊക്കെ കേൾക്കാത്ത? നിങ്ങൾ കേൾക്കലില്ലേ? ഇതാണ് ഇന്നത്തെ അവസ്ഥ. വിവാദങ്ങളൊന്നും നൂറെ ഹബീബിനെ ബാധിക്കുന്നില്ല എന്നതാണ് സത്യം. വിവാദങ്ങൾ വരുന്നവർക്ക് ആളുകൾ കൂടുതൽ. ഇന്ന് ടോക്കൺ കുറച്ചത് കൊണ്ടാണ് ഇന്ന് തങ്ങൾ പറഞ്ഞ ആൾ കുറഞ്ഞു. ആൾ കുറഞ്ഞു പറഞ്ഞാൽ 200 ടോക്കണാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആളുകളാണ് ഇപ്പോൾ കണ്ടത്. എന്തായാലും അസ്സലാമു അലൈക്കും. വേറൊരു വീഡിയോയുമായി പിന്നെ കാണാം.